വയനാട് പഞ്ചാരക്കൊല്ലിയിലെ നരഭോജി കടുവയ്ക്കായി തെരച്ചിൽ. കടുവയെ പിടികൂടാൻ ആക്ഷൻ പ്ലാൻ രൂപീകരിക്കുമെന്ന് വനം മന്ത്രി. കടുവ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട രാധയുടെ വീട് മന്ത്രി അല്പസമയത്തിനകം സന്ദർശിക്കും. അതേസമയം ദൗത്യസംഘത്തിന് നേരെ കടുവ ആക്രമണം നടത്തി. RRT അംഗം ജയസൂര്യയ്ക്കാണ് കടുവയുടെ ആക്രമണത്തിൽ പരിക്കേറ്റത്. പരിക്കേറ്റ ഉദ്യോഗസ്ഥനെ ആശുപത്രിയിലേക്ക് മാറ്റി. ആശങ്ക അറിയിച്ച് പ്രദേശവാസികൾ വീണ്ടും രംഗത്തെത്തി. വിവരങ്ങളുമായി അർജുൻ PS ഒപ്പം ചേരും. അർജുൻ, പുതിയ ആക്ഷൻ പ്ലാൻ ആണെന്ന് കേൾക്കുന്നു. ഡോക്ടർ അരുൺ സഖറിയ മുൻനിരയിലുണ്ടാകും, ഒപ്പം RRT സംഘവും. എങ്ങനെ ഷൂട്ട് അറ്റ് സൈറ്റ് അതാണോ ഇപ്പോൾ നൽകിയിരിക്കുന്ന നിർദ്ദേശം? അതാണോ ആക്ഷൻ പ്ലാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാക്ക്? കൃഷ്ണരാജ്, നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് കടുവയെ നരഭോജിയായി ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു സൂചന നമുക്ക് ലഭിക്കുന്നുണ്ട്. നമുക്കിപ്പോൾ കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ച് അത്തരത്തിലാണ്. അങ്ങനെയെങ്കിൽ ഒരു 38 അംഗ സംഘത്തെ നാളെ ഇവിടേക്ക് കൊണ്ടുവരും, ഈ ഒരു പ്രദേശത്തേക്ക് എത്തിക്കുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വനംവകുപ്പിന്റെ തന്നെ RRT സംഘത്തിൽ ഒരു 30 അംഗ സംഘത്തിനെ ഇവിടെ എത്തിക്കും. സായുധരായിട്ടുള്ള 30 അംഗ സംഘമായിരിക്കും ഇവിടെ എത്തിച്ചേരുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഞാൻ ഇപ്പോൾ ഉള്ളത് രാധയുടെ വീട്ടിലാണ്, മരണപ്പെട്ട രാധയുടെ വീട്ടിലാണുള്ളത്. അല്പസമയത്തിനകം തന്നെ ശശീന്ദ്രൻ, വനമന്ത്രി ശശീന്ദ്രൻ ഇവിടെ എത്തിച്ചേരുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രാധയുടെ ബന്ധുക്കളും മറ്റ് ഉള്ളവരൊക്കെ, സുഹൃത്തുക്കളും ആ ഒരു പ്രദേശത്തുള്ളവരൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് കാണുവാൻ സാധിക്കും വലിയ പോലീസ് സന്നാഹമാണ് ഈ പ്രദേശത്തുള്ളത്. അതായത് ശശീന്ദ്രൻ വരുമ്പോൾ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഉണ്ടാകുവാനുള്ള ഒരു സാധ്യതയുണ്ട്. നാട്ടുകാരുടെ ഭാഗത്തു നിന്നുമുള്ള ഒരു പ്രതിഷേധം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ആ പ്രതിഷേധത്തെ തടയുക എന്നുള്ളത് കൊണ്ട് വലിയ രീതിയിലുള്ള ഒരു സുരക്ഷ അദ്ദേഹത്തിന് വേണ്ടി ഇവിടെ പോലീസ് ഒരുക്കിയിട്ടുണ്ട്. നമുക്ക് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ അവരുടെ വീട്ടിലേക്ക് അല്പസമയത്തിനകം ഏകദേശം ഒരു 3:30 ആകുന്നതോടുകൂടി തന്നെ അദ്ദേഹം എത്തിച്ചേരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് അങ്ങനെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നതും. അതേ തുടർന്നാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു സുരക്ഷാ ക്രമീകരണങ്ങൾ, മന്ത്രിക്കുള്ള ഒരു സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുള്ളത് നമുക്ക് കാണുമ്പോൾ തന്നെ സാധിക്കും. പോലീസിന്റെ കുറേയേറിയ ഫോഴ്സ് ഇവിടെ എത്തിയിട്ടുണ്ട്, ഉദ്യോഗസ്ഥരെത്തിയിട്ടുണ്ട്. അവരുടെയൊക്കെ നേതൃത്വത്തിലാണ് ഇത്തരത്തിൽ ഇവിടെ മന്ത്രിക്ക് സുരക്ഷ ഒരുക്കുന്നത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ കടുവയ്ക്കായുള്ള തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. അതിന് ഇടയ്ക്കാണ് ഇത്തരത്തിൽ ഒരു RRT സംഘത്തിന് നേരെ കടുവയുടെ ആക്രമണം ഉണ്ടാകുന്നത്. വലിയ രീതിയിലുള്ള ഒരു ആക്രമണം ഉണ്ടായില്ല എന്നുള്ളതാണ് ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യം. കടുവ ചാടി വീണെങ്കിലും അദ്ദേഹത്തിന്റെ വലത് കൈക്ക് മാത്രം ചെറിയൊരു പരിക്ക് പറ്റി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിൽ അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു, മാനന്തവാടി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിരുന്നു. അവിടെ നിന്നും നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് അദ്ദേഹത്തിന് വലിയ രീതിയിലുള്ള പരിക്ക് ഇല്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് അറിയുവാൻ കഴിഞ്ഞത്. അതിനുശേഷമാണ് വലിയ രീതിയിലുള്ള ഒരു രോക്ഷപ്രകടനം നാട്ടുകാരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു. കാരണം ഇത്തരത്തിൽ ഈ ഒരു പ്രദേശത്ത് കഴിഞ്ഞ ദിവസം കണ്ട സ്ഥലത്തു നിന്ന് തന്നെ, ഈ കടുവയെ കണ്ട സ്ഥലത്തു നിന്ന് തന്നെ വീണ്ടും കടുവയെ കാണുന്നു. ആ ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ട് ഈ കടുവയെ പിടികൂടാൻ സാധിക്കുന്നില്ല എന്ന് പറയുന്നു. കാരണം വനംവകുപ്പ് ഉദ്യോഗസ്ഥന് തന്നെയാണ്, RRT ടീമിലെ ഒരു അംഗത്തിനാണ് ഇത്തരത്തിലുള്ള ഒരു അപകടം ഉണ്ടായിട്ടുള്ളത്, ഇത്തരത്തിൽ പരിക്കേറ്റിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നാട്ടുകാരെല്ലാം വലിയ ഒരു ഭയത്തിലാണ്. അതിനുശേഷമാണ് പിന്നീട് ഈ ശശീന്ദ്രന്റെ നേതൃത്വത്തിൽ കളക്ടറേറ്റിൽ ഒരു ഉന്നതതല യോഗം വിളിച്ചു ചേർത്തത്. DFO അടക്കമുള്ളവരെ ആ യോഗത്തിൽ പങ്കെടുത്തിരുന്നു, കളക്ടർ അടക്കമുള്ളവരെ ആ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. അത്തരത്തിൽ ഈ പ്രധാന ഉദ്യോഗസ്ഥരൊക്കെ പങ്കെടുത്ത യോഗത്തിൽ ചില തീരുമാനങ്ങളൊക്കെ എടുത്തിരുന്നു. അതായത് കടുവയെ നരഭോജിയായി പ്രഖ്യാപിക്കും, എത്രയും പെട്ടെന്ന് തന്നെ കടുവയെ പിടികൂടും എന്നുള്ളതടക്കമുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇത്തരത്തിൽ നമുക്ക് അറിയാൻ കഴിയുന്നത് ഈ കടുവയെ നരഭോജിയായി പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ള ഒരു സൂചന നമുക്ക് ലഭിക്കുന്നു. നാളെ ഒരു 38 സംഘം ഈ പ്രദേശത്തേക്ക് വരുന്നുണ്ട്. സായുധരായിട്ടുള്ള ഒരു സംഘമാണ് വരുന്നത്. RRT ടീമിലെ ഒരു സംഘം ഇങ്ങോട്ട് എത്തുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ടീമിനെയും നയിക്കുക ഇത്തരത്തിൽ ഡോക്ടർ അരുൺ സഖറിയ തന്നെയായിരിക്കും. അരുൺ സഖറിയുടെ നേതൃത്വത്തിലാണ് ഇത്തരത്തിൽ ഈ പ്രദേശത്ത് ഈ ഒരു സേനകളെയൊക്കെ വിന്യസിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് ഓരോ സ്ഥലത്തുമുള്ള പരിശോധനകൾ നടത്തുന്നത്. നമുക്കറിയാം, ഓരോ റെസ്ക്യൂ പ്രവർത്തനങ്ങൾക്കും, പലതരത്തിലുള്ള റെസ്ക്യൂ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകിയ വ്യക്തിയാണ് അരുൺ സഖറിയ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു സമീപം വലിയ രീതിയിൽ ഗുണം ചെയ്യുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് നാട്ടുകാർക്കും അതുപോലെ തന്നെ ഫോറസ്റ്റ് അധികൃതർക്കും ഉള്ളത്. മാത്രമല്ല
ഫോറസ്റ്റിൻ്റെ കൂടെ തന്നെ ചേർന്ന് നിന്നുകൊണ്ട് അവർ സപ്പോർട്ട് നൽകുന്നുണ്ട്. നാട്ടുകാരും വലിയ രീതിയിൽ ആ ഫോറസ്റ്റുകാർക്ക് കൃത്യമായ സപ്പോർട്ട് നൽകുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിൽ തന്നെയാണ് ആ കഴിഞ്ഞ ദിവസങ്ങളിലടക്കം നമ്മൾ കണ്ടത്. എന്തിനാ തന്നെയും അല്പസമയത്തിനകം തന്നെ AK ശശീന്ദ്രൻ, ഈ വനമന്ത്രി AK ശശീന്ദ്രൻ അല്പസമയത്തിനകം തന്നെ ഇവിടെ എത്തിച്ചേരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. വലിയ പോലീസ് സന്നാഹമാണുള്ളത്. കാരണം അദ്ദേഹത്തിനെതിരെ ചിലപ്പോൾ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ചില നാട്ടുകാരൊക്കെ ഇവിടെ ഒത്തുകൂടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ പ്രതിഷേധം ഉണ്ടാകുവാനുള്ള ഒരു സാധ്യതയുണ്ട്. ആ പ്രതിഷേധം കണക്കിലെടുത്താണ് ഇത്രയധികം പോലീസുകാരെ ഈ പ്രദേശത്ത് വിന്യസിച്ചിട്ടുള്ളത്. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും പ്രതിഷേധം ഉണ്ടാകാം. കാരണം ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള കടുവയുടെ ആക്രമണം ഉണ്ടാകുന്നു, ഒരാൾ കൊല്ലപ്പെടുന്നു, ഒരു RRT ടീമിന് അംഗത്തിന് പരിക്കേൽക്കുന്നു. അതുകൊണ്ട് തന്നെ നാട്ടുകാരൊക്കെ ഒരു ഭയത്തോടെയാണ് ഇവിടെയൊക്കെ താമസിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ രീതി ഏത് രീതിയിൽ പ്രതിഷേധിക്കുമെന്ന് അറിയില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ വലിയ രീതിയിലൊരു ഫോഴ്സിനെയൊക്കെ ഇവിടെ വിന്യസിച്ചിരിക്കുന്നത്. നമുക്ക് കാണുവാൻ സാധിക്കും, ഇപ്പോൾ തന്നെ കാണുവാൻ സാധിക്കും. നിരവധി പേർ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഓരോരുത്തരും പോലീസുകാരൊക്കെ നാട്ടുകാർ സംസാരിക്കുന്ന രീതിയാണ് നമ്മൾ കാണുന്നത്. ആവശ്യങ്ങളൊക്കെ ഏകദേശം പരിപൂർണമായി തന്നെ അംഗീകരിക്കപ്പെട്ട ഒരു സാഹചര്യം നിലവിലുണ്ട്. പക്ഷെ ഇതൊന്നുമല്ല ഇപ്പം നമ്മളിവിടെ ഇരിക്കുന്നതിനുള്ള ഈ ഒരു കാരണം വന്നത്. കാരണം സംസ്ഥാന ക്യാബിനറ്റ് അംഗമായ വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ അദ്ദേഹം നടത്തിയ 2 സ്റ്റേറ്റ്മെന്റുകൾ. ഒന്ന്, ഈ നമ്മുടെ രാധ എന്ന് പറയുന്ന നമ്മുടെ സഹോദരിയെ കടുവ കടിച്ചു കൊന്നത് കാടിനകത്ത് വെച്ചാണെന്നാണ് അദ്ദേഹം ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ഇറക്കിയത്. ആ വിവരം അദ്ദേഹം എവിടുന്നാണ് അദ്ദേഹത്തിന് കിട്ടിയത്, അല്ലെങ്കിൽ ആരാണ് അദ്ദേഹത്തെ തെറ്റിദ്ധരിപ്പിച്ചത്? രണ്ടാമത്, ഇവിടെ നടക്കുന്ന ഈ ഒരു പ്രതിഷേധ പരിപാടികൾ രാഷ്ട്രീയ പ്രേരിതം എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ആരാണ് അദ്ദേഹത്തോട് ഇത് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് പറഞ്ഞത്? ഇവിടെ എല്ലാ രാഷ്ട്രീയത്തിലും വരുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികളുള്ള ആളുകൾ അവരുടെ രാഷ്ട്രീയം നോക്കിയിട്ടല്ല നമ്മളിവിടെ ഇരിക്കുന്നത്. മനുഷ്യൻ എന്നുള്ള ഒറ്റ വികാരത്തിൽ മാത്രമാണ്. ആ മനുഷ്യൻ എന്നുള്ള ഒറ്റ വികാരത്തിൽ ഇരിക്കുന്ന ഈ നാട്ടിലെ ജനങ്ങളെ അവഹേളിക്കുന്ന, പരസ്യമായി പൊതുസമൂഹത്തിന്റെ മുമ്പിൽ അവഹേളിക്കുന്ന സമീപനമാണ് ബഹുമാന്യായ വനം വകുപ്പ് മന്ത്രി എടുത്തിട്ടുള്ളത്. അദ്ദേഹം ഇന്നിപ്പോ ഈ മരണ വീട് സന്ദർശിക്കാൻ വേണ്ടി വരിക. ഞങ്ങൾ പറഞ്ഞു അത് സന്ദർശിക്കണം, അവരെ ആശ്വസിപ്പിക്കണം, ആ കുടുംബങ്ങളെ ആശ്വസിപ്പിക്കണം. അതിലൊന്നും ഒരു തരത്തിലുമുള്ള തടസ്സവാദങ്ങളുമായിട്ടല്ല ഈ നാട്ടുകാർ ഇവിടെ കൂടിയിട്ടുള്ളത്. അദ്ദേഹം ഉന്നയിക്കപ്പെട്ടിട്ടില്ല, അല്ലെങ്കിൽ അദ്ദേഹം അടിസ്ഥാനരഹിതമായി ഒരു ക്യാബിനറ്റ് അംഗത്തിന്റെ വായിൽ നിന്ന് വരേണ്ട വാക്കുകളല്ല, കൃത്യമായി പഠിച്ചിട്ടായിരിക്കണം ഒരു ക്യാബിനറ്റ് അംഗം ഒരു മാധ്യമങ്ങളോട്, പൊതുസമൂഹത്തോട് ഒരു കാര്യം പറയേണ്ടത്. വായിൽ തോന്നുന്നത് കോതക്ക് പാട്ട് എന്നുള്ള രീതിയിലല്ല അദ്ദേഹം ചെയ്യേണ്ടത്. ഇവിടെ ചെയ്തിരിക്കുന്നത് അതാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പ്രതിഷേധവുമായി ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. അദ്ദേഹം ആ സ്റ്റേറ്റ്മെന്റുകൾ പിൻവലിച്ചാൽ മതി. എനിക്കറിവില്ലായ്മ കൊണ്ടാണ്, അല്ലെങ്കിൽ എനിക്കത് കൃത്യമായിട്ട് അറിയാത്തത് കൊണ്ടാണ് ഈ സാഹചര്യം വന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് കുഴപ്പമില്ല. ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. അതുകൊണ്ട് ബഹുമാനിയായ പോലീസ് ഓഫീസർമാരോട് ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. ന്യായമായ ആവശ്യവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇവിടെയുള്ള ആളുകൾ ഇരിക്കുന്നത്. നിങ്ങൾ ഒരു തരത്തിലുള്ള നിങ്ങൾക്ക് ക്യാബിനറ്റ് അംഗത്തെ കടത്തിക്കൊണ്ടു പോകാനോ, ഞങ്ങൾ അദ്ദേഹത്തിനെ ആക്രമിക്കാനോ, കല്ലെറിയാനോ, കരിങ്കൊടി കാണിക്കാനോ അല്ല ഇവിടെ ഇരിക്കുന്നത്. ഞങ്ങളുടെ പ്രതിഷേധം ന്യായമാണ്. ആ പ്രതിഷേധം അദ്ദേഹത്തിന്റെ അടുത്ത് ബോധിപ്പിക്കണം. അദ്ദേഹം അത് പറഞ്ഞാൽ മതി, എനിക്ക് തെറ്റിദ്ധരിക്കപ്പെട്ടതാണെന്ന്. ഇതായിരുന്നു ഞങ്ങളുടെ ആവശ്യം. കൃഷ്ണരാജ, ഇത്തരത്തിൽ ആളുകൾ പറയുന്നത് തങ്ങൾ ഈ മന്ത്രിയെ തടയാനല്ല ഇവിടെ ഇരിക്കുന്നത്, ഇവിടെ കുത്തിയിരുന്ന് ഇവർ പ്രതിഷേധിക്കുകയാണ്. അതായത് വനമന്ത്രി ഇന്ന് പറഞ്ഞത് രാധയെ കൊന്നത് വനത്തിനകത്ത് വെച്ചതെന്നാണ്. നാട്ടുകാർ അത് സമ്മതിക്കുന്നില്ല. കൃത്യമായി തന്നെ തെളിവുകളുണ്ട്. വനത്തിനകത്ത് വെച്ചല്ല ആ രാധ കൊല്ലപ്പെട്ടത്. ഇത്തരത്തിൽ കാപ്പിത്തോട്ടത്തിൽ വെച്ചാണ്. തങ്ങൾ സ്ഥിരമായി ഇവർ ജോലിക്ക് പോകുന്ന സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ആ സ്ഥലത്ത് വെച്ചാണ് ഇത്തരത്തിൽ കടുവ രാധയെ കൊന്നിട്ടുള്ളത് എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. അതുകൊണ്ട് തന്നെ അവർ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിന് കളമൊരുക്കുകയാണ്. അവർ ഇപ്പോൾ നമ്മളോട് സംസാരിക്കുന്നതാണ്. മന്ത്രി ഇന്നലെയും ഇന്നുമായിട്ട് പറയുന്നത് ഇത് ഒരു രാഷ്ട്രീയ പ്രേരിതമാണ് ഈ സമരം എന്നുള്ളതാണ്. 2 സ്റ്റേറ്റ്മെന്റ് ആണ്. ഒന്ന്, കാട്ടിനുള്ളിൽ വനത്തിനുള്ളിൽ വെച്ചിട്ടാണ് ആക്രമിക്കപ്പെട്ടത്. 2, ഇത് രാഷ്ട്രീയ പ്രേരിതമാണ്. ഇത് 2 പിൻവലിക്കുക എന്നുള്ളതാണ് ജനങ്ങളുടെ ആവശ്യം. അതുകൊണ്ട് തന്നെ ഇവിടെ ഇന്നലെ ആ മരണവീട് സന്ദർശിക്കാമായിരുന്നു. ഇന്നലെ മരണവീട് സന്ദർശിച്ചിട്ടില്ല. അവര് ഒരു ഫാഷൻ ഷോന്റെ പരിപാടിക്ക് പോയി അവിടെ പാട്ട് പാടുകയാണ് ചെയ്തത്. ഇപ്പൊ ഇത്രയും ഫോഴ്സിനെ ഇറക്കിക്കൊണ്ട് ന്യായമായ ഞങ്ങളെ ആവശ്യങ്ങൾ വകവെക്കാതെ ഞങ്ങളെ നേരിടാനാണ് ശ്രമിക്കുന്നത്. ഞങ്ങളെ ആവശ്യം ഇവിടെ ഞങ്ങൾക്ക് സമാധാനപരമായി ജീവിക്കണം. ഇവിടെ ഞങ്ങൾക്ക് സ്വൈരവിഹാരം ഉണ്ടാകണം. ഇവിടെ ഈ ആക്രമിക്കുന്ന ഈ കടുവയെ വെടിവെച്ച് കൊല്ലണം. ഇതൊക്കെയാണ് ഞങ്ങളെ ആവശ്യം.
എല്ലാവരുടെയും ഇതിപ്പോ അവരാ കാട്ടിനകത്ത് വെച്ചിട്ടാണ് മരിച്ചതെന്നാണ് വനമന്ത്രി പറഞ്ഞത്. ഒരിക്കലും അങ്ങനെയല്ല. അവരെ പറമ്പിലാണ് അവർ കയറിയിട്ടുള്ളത്. അവർക്ക് അവകാശപ്പെട്ട അവരുടെ പറമ്പിൽ കയറിയിട്ട് അവിടെ നിന്നാണ് ഈ മൃഗം പിടിക്കുന്നത്, ഈ കടുവ പിടിക്കുന്നത്. അതെല്ലാം തെറ്റിദ്ധരിച്ച് ജനങ്ങളെ ഒരു ഇതാക്കാനുള്ള ഒരു പരിപാടിയാണ്. ഒരു കാരണവശാലും അത് അംഗീകരിക്കാൻ പറ്റാന്നുള്ള പ്രതിഷേധമാണ് ഇവിടെ. വേറെ രീതിയിൽ അങ്ങനത്തെ ഒരു അക്രമത്തിന് വന്ന ആളുകളല്ല. ഞങ്ങൾ ഇവിടെ ജീവിച്ചു വളർന്ന ആളുകളാണ്, ഇവിടെ തന്നെ ജീവിക്കുന്നവരാണ്. ഞങ്ങളുടെ സ്വത്തിനല്ല ജീവന് വില കൽപ്പിക്കണം, അത് മാത്രമേ പറയാനുള്ളൂ. ഈ മന്ത്രിയായാലും മെമ്പർമാരായാലും ജനങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ടാണ് അധികാരത്തിൽ എത്തുന്നത്. പിൻവലിക്കണം, അത് മാത്രമേ ഞങ്ങൾ ആവശ്യമുള്ളൂ. തീർച്ചയായും ഇതാണ് ഇവരുടെ പ്രധാനപ്പെട്ട ആവശ്യം. സ്വൈര്യമായി ജീവിക്കാൻ കഴിയണം. ഈ നാട്ടിൽ കുറേ നാളുകളായി വലിയ ഭീതിയിലാണ് ഇവരുള്ളത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് സ്വസ്ഥമായി ജീവിക്കാൻ കഴിയണം. അതിനാണ് ഇവർ ഇവിടെ ഇരുന്ന കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ട ആളുകൾ തന്നെയാണ്, അവരൊക്കെ തന്നെയാണ് ഇവിടെ വന്ന് വീണ്ടും പ്രതിഷേധിക്കുന്നത്. സ്ത്രീകൾ അടക്കമുള്ളവർ ഇവിടെ എത്തി പ്രതിഷേധിക്കുന്നുണ്ട്. അവരുടെയൊക്കെ പ്രതിഷേധങ്ങളാണ് നമുക്കിപ്പോൾ കാണുവാൻ സാധിക്കുന്നത്. വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം തന്നെ ഇവിടെ ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ അവരുടെ ന്യായമായിട്ടുള്ളൊരു പ്രതിഷേധമാണ്. ആ ഒരു പ്രതിഷേധം ന്യായം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവർ പറയുന്നത് മന്ത്രി പറഞ്ഞ വാക്കുകൾ മന്ത്രി പിൻവലിക്കണം. കൃത്യമായി തന്നെ മന്ത്രി ആ കാര്യങ്ങൾ മനസ്സിലാക്കി വേണം പറയുവാൻ എന്നുള്ളത് അടക്കമുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. അത് തന്നെയാണ് ഈ പ്രദേശവാസികളുടെ ആവശ്യവും. നേരത്തെ മന്ത്രി പറഞ്ഞിട്ടുള്ളത് ഇപ്രകാരമാണ്. കാട്ടിൽ നിന്നാണ് ഇത്തരത്തിൽ ഈ രാധ മരണപ്പെട്ടത് എന്നുള്ളതാണ്. പക്ഷേ അത്തരത്തിലല്ല, തങ്ങളുടെ പറമ്പിൽ നിന്നാണ്, തങ്ങളുടെ ഇത്തരത്തിൽ ഈ ഒരു കാപ്പിത്തോട്ടത്തിലേക്ക് പോകുമ്പോൾ, കാപ്പി പറിക്കാൻ പോകുമ്പോഴാണ് ഇത്തരത്തിൽ രാധയെ കടുവ പിടികൂടി രാധ മരണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ കൊല്ലപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു പരാമർശം, ആ രീതിയിലുള്ള ഒരു പരാമർശം ഇവിടെ നിന്നും മാറ്റേണ്ടതാണ്. ഈ പരാമർശം ഒഴിവാക്കേണ്ടതാണ് എന്നുള്ളതാണ് പ്രധാനമായും നാട്ടുകാർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. മാത്രമല്ല, ഇന്ന് ഒരു RRT സംഘത്തിലെ ഒരാളെ ഇന്ന് കടുവ ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഭാഗ്യം കൊണ്ട് മാത്രമാണ് അദ്ദേഹം രക്ഷപ്പെട്ടത്. രാവിലെ മുതൽ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം അരങ്ങേറുന്നുണ്ട്. മാത്രമല്ല, രാവിലെ മുതൽ ആരംഭിച്ച കോമ്പിംഗ് ആണ്. അതിനിടയ്ക്കാണ് ഇത്തരത്തിൽ ഇവർക്കെതിരെ വലിയ രീതിയിൽ ഞങ്ങൾക്ക് നീതി വേണം. ഞങ്ങൾക്ക് ഇന്നിപ്പം ഞങ്ങൾ മെനങ്ങാന്ന് പറഞ്ഞ കാര്യം നമുക്ക് നടപ്പിലാക്കി തന്നേ പറ്റുള്ളൂ. നമുക്ക് ജീവിക്കണ്ട ഇവിടെ സാറേ. നിങ്ങൾക്ക് കാണുന്നവരല്ലേ ജീവിക്കണം, ഇവരെ പോലെ ഞങ്ങൾക്കും ജീവിക്കണം. പക്ഷെ നാളെ പണിക്കിറങ്ങാൻ സെക്രട്ടറി ഒക്കെ പറഞ്ഞിട്ട് പോയേക്കുന്നത്. സംരക്ഷണം ഉണ്ടാവും. എത്ര സംരക്ഷണം തരും അവര്? ഇവിടെ എന്ത് പിടിക്കണം, കൊല്ലണം. നമ്മളെ മുമ്പ് തന്നെ കൊല്ലണം. അന്ന് പറഞ്ഞ അതേ വാക്ക് നമുക്ക് ഇപ്പോഴും പറയാനുള്ളൂ സാറേ. കൊല്ലണം, നമുക്ക് ജീവിക്കണം. ഇതിന്റെ പ്രിയദർശിനി എസ്റ്റേറ്റിന്റെ MD ആണ് സബ് കളക്ടർ ഈ നിമിഷം വരെ ഇവിടെ വന്നിട്ടില്ല. ഇവിടെ ഇൻചാർജ് വഹിക്കുന്ന സെക്രട്ടറി അവരോട് പറഞ്ഞിട്ടുള്ളത് നാളെ പണിക്ക് കയറണമെന്നാണ്. ജില്ലാ കളക്ടർ ചെയർമാനും സബ് കളക്ടർ MDയുമായിട്ടുള്ള സ്ഥാപനം. ഈ സെക്രട്ടറി ഇൻചാർജ് വഹിക്കുന്ന വ്യക്തി ഇവരെ വിളിച്ചിട്ട് പറഞ്ഞു നാളെ ജോലി കയറണം. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നാളെ ഇവർ ജോലിക്ക്, എന്ത് സംരക്ഷണമാണ് അവർ ഒരുക്കിയിട്ടുള്ളത്? എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർ നാളെ ജോലിക്ക് കയറേണ്ടത്? ഇവരുടെ ജീവൻ എന്ത് വിലയാണുള്ളത്? ഇത്രയേ ഉള്ളൂ. അതോ ആദിവാസി വിഭാഗത്തോടുള്ള കാണിക്കുന്ന ഈ അവഗണന എപ്പോൾ അവസാനിക്കും? പിന്നെ മന്ത്രിയെ ഞങ്ങൾക്ക് അത്രയേ ഉള്ളൂ, ഞങ്ങൾക്ക് ഇത്രയേ ഉള്ളൂ. 2 പ്രസ്താവനകളിൽ പറഞ്ഞിട്ടുണ്ട്. ആ 2 പ്രസ്താവന മാറ്റണം, തിരുത്തണം, പിൻവലിക്കണം. ഇതാണ് ഞങ്ങളുടെ ആവശ്യം. പ്രിയപ്പെട്ട രാധേച്ചി കൊല്ലപ്പെട്ടത്, കടുവയുടെ ആക്രമണം സംഭവിച്ചത് കാട്ടിൽ നിന്നാണെന്ന് അദ്ദേഹം പറഞ്ഞത്. സംഭവ സ്പോട്ടിലുണ്ടായ ഞങ്ങൾ, ആ സ്പോട്ടുമായിട്ട് ബന്ധപ്പെട്ട് ആദ്യം എത്തുന്ന ആളുകളായിരുന്നു ഞങ്ങൾ കണ്ട സ്ഥലമാണ്. അത് സ്വകാര്യ വ്യക്തിയുടെ, മൊട്ടമ്മൽ രാമൻ എന്ന് പറയുന്ന സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയിൽ നിന്നാണ് കടുവ ആക്രമിച്ചത്. അതിനുശേഷം അവിടുന്ന് 100 മീറ്ററോളം കാട്ടിലേക്കാണ് കൊണ്ടുപോയിട്ടുള്ളത്. രണ്ടാമത്തെ രാഷ്ട്രീയ പ്രേരിതമാണ് ഈ സംരംഭം. നിങ്ങൾ 2-3 ദിവസമായാലും ഇവിടെ ചാനലുകാർ ഏതെങ്കിലും ഒരു കൊടിയുടെ കളറോ അല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ ഈ നിയോജക മണ്ഡലം MLA വേറെ കേളുവിന്റെ പേര് പോലും ഞങ്ങൾ ഉച്ചരിച്ചിട്ടില്ല. ഞങ്ങൾക്ക് നീതി വേണം, അത്രയും ഞങ്ങൾ ആഗ്രഹിക്കുന്നു. തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ് ഇവർ പറയുന്നത്. തങ്ങൾക്ക് നീതി വേണം. മാത്രമല്ല, മന്ത്രി പറഞ്ഞ 2 പ്രസ്താവനകൾ പിൻവലിക്കേണ്ടതുണ്ട്. ഒന്ന് എന്ന് പറയുന്ന രാധ ഇത്തരത്തിൽ മരണപ്പെട്ടത്, കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ആ കാട്ടിൽ നിന്നാണെന്ന് പറയുന്നു. പക്ഷേ അത് തങ്ങൾ അംഗീകരിക്കില്ല. കാട്ടിൽ നിന്നല്ല, സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ നിന്നാണ് ഇത്തരത്തിൽ രാധ മരണപ്പെട്ടത് അല്ലെങ്കിൽ കൊല്ലപ്പെട്ടത് എന്നുള്ളതാണ് നാട്ടുകാർ പ്രധാനമായും പറയുന്നത്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് അത് രാഷ്ട്രീയ പ്രേരിതമാണെന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത്. അത് തന്നെയാണ് മന്ത്രി അടക്കമുള്ളവർ പറയുന്നത്. പക്ഷേ അത്തരത്തിൽ രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള ഒരു സമരമല്ല ഇവിടെ നടക്കുന്നത്. ഈ 2 പ്രസ്താവനകളും മന്ത്രി പിൻവലിച്ചേ മതിയാകൂ. അത്തരത്തിൽ തങ്ങളോട് കൃത്യമായി തന്നെ ഈ കാര്യങ്ങൾ ആശയവിനിമയം നടത്തണം. മന്ത്രി അല്പസമയത്തിനകം എത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്.